ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താ കൊണ്ടുവരണമെന്നറിയോ? ഒരു ഹെൽത്തി ടോസ്റ്റ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേസ്റ്റി ടോസ്റ്റും. അപ്പം അത് എന്താണെന്നല്ലേ? അപ്പം ഹെൽത്തി ടോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നല്ല ഒന്നെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ഹണി വീറ്റ് ബ്രെഡ്. അപ്പം ഇവിടെയൊക്കെ ഹണി വീറ്റ് ബ്രെഡിന് 40 കാലറിയേ ഉള്ളൂ ഒരു ബ്രെഡ് സ്ലൈസിന്. ഈ കീറ്റോക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡാണത്. അപ്പം ഞാൻ ഇന്ന് ഹെൽത്തി ടോസ്റ്റിന് അതാണ് യൂസ് ചെയ്യാൻ പോണേ. പിന്നെ അതിനൊരു സ്പ്രെഡ് ഉണ്ടാക്കണമല്ലോ, അതെന്താ? നമ്മുടെ അവക്കാഡോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡെയിലി വേണമെങ്കിൽ കഴിക്കാം. നല്ല ഫില്ലിംഗ് ആണ്, കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ്. അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ടേസ്റ്റി ടോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണല്ലേ? വേറെ ഒന്നുമല്ല, നമ്മുടെ വീറ്റ് ബ്രെഡിന് പകരം നമ്മുടെ വൈറ്റ് ബ്രെഡ്. അതെന്തായാലും ടേസ്റ്റി ആവുമല്ലോ. അതിൻ്റെ ഒപ്പം ടോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം ഇതേ അവക്കാഡോ സ്പ്രെഡ് വെച്ചിട്ട് ഒരു ടോസ്റ്റ് ഉണ്ടാക്കാൻ പോകാം. അപ്പൊ നമുക്ക് നോക്കാം, ഹെൽത്തി ടോസ്റ്റ് ആണോ നല്ലത്, ടേസ്റ്റി ടോസ്റ്റ് ആണോ നല്ലതെന്ന്. അതെനിക്കിപ്പോൾ തന്നെ പറയാം. ടേസ്റ്റ് ഉണ്ടാവുക ടേസ്റ്റി ടോസ്റ്റ് തന്നെ, പക്ഷെ നമ്മൾ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽത്തി ടോസ്റ്റിലേക്ക് പോവാം. നമുക്കപ്പോൾ വേഗം തുടങ്ങാം. അപ്പോൾ ഈ അവക്കാഡോ നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ മുറിക്കാം. ബ്ലെൻഡറിൽ ഇട്ടിട്ട് ചെയ്യണ്ട, കാരണം നമുക്ക് ഒന്ന് ചതച്ചെടുത്താൽ മതി. കാരണം ഇത് നല്ലോണം പഴുത്തോണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചതയ്ക്കാൻ പറ്റും. ഇത് കുറച്ച് ചതഞ്ഞുണ്ട്, പക്ഷെ കുറച്ചും കൂടി നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ നോക്കാം. കുറച്ച് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് തന്നെ ഞാനൊരു 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഒരു 1/2 കഷ്ണം ലെമൺ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ആവശ്യമില്ല, വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലെമൺ ജ്യൂസും സോൾട്ടും പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ലെമൺ ജ്യൂസൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ, ചെറുതായിട്ട് ആ പുളി ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഹെൽത്തി സാൻഡ്വിച്ചിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് 40 കാലറിയുള്ള ഹണി വീറ്റ്. ഇത് കീറ്റോക്കാർക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ടോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ടേസ്റ്റി സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ വൈറ്റ് ബ്രെഡിനെ ടോസ്റ്റ് ചെയ്യാം. ഇതാ ബട്ടർ ഇട്ടു, കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ ഹണി വീറ്റ് ബ്രെഡ് ഞാൻ 3 ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബട്ടറൊന്നും ഇല്ലാതെ. ഇത് നമ്മുടെ വൈറ്റ് ബ്രെഡ് ബട്ടറോട് കൂടിയിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഈ അവക്കാഡോ മിക്സ്ചർ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ സാൻഡ്വിച്ചിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഹണി വിത്ത് സാൻഡ്വിച്ച് റെഡിയായി. ഇനി നമുക്ക് വൈറ്റ് ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാം.
അപ്പോൾ നമ്മുടെ വൈറ്റ് ബ്രെഡ് സാൻഡ്വിച്ചും റെഡിയായി. ഇനി നമുക്ക് ഇങ്ങനെ വെക്കാം. ഇത് ഹണി വീറ്റ് ബ്രെഡ് സാൻഡ്വിച്ച്. ഇതൊന്ന് കഴിച്ചാൽ മതി കേട്ടോ വയറ് നിറയാൻ. ഇനി നമ്മുടെ വൈറ്റ് ബ്രെഡ്. ഇത് നമ്മുടെ വൈറ്റ് ബ്രെഡ് സാൻഡ്വിച്ച്. ഇത് ടേസ്റ്റി വൺ, ഇത് ഹെൽത്തി വൺ. അപ്പോൾ ആദ്യം ഞാൻ ടേസ്റ്റി വൺ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണേ. ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കടിക്കൽ കുറച്ച് പണിയാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ എന്താ പറയുക, ആ വൈറ്റ് ബ്രെഡും ബട്ടറും പിന്നെ അവക്കാഡോ ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര അടിപൊളി, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് ഹെൽത്തി വൺ, നമ്മുടെ ഹണി വീറ്റ്. ഇത് ശരിക്കും ഹെൽത്തി വൺ തന്നെയാണ് കേട്ടോ. ഇത് ഹണി വീറ്റ് ആണ്. ഒരു 40 കാലറി മാത്രമേ ഉള്ളൂ ഈ ഒരു ബ്രെഡ് പീസിൽ. പിന്നെ അവക്കാഡോ, നോ ബട്ടർ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണേ. ഫില്ലിങ് ആ സ്പ്രെഡില്ലേ, അവക്കാഡോ സ്പ്രെഡിൻ്റെ ആ ടേസ്റ്റ് നല്ലോണം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാൻ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെൽത്തി സാൻഡ്വിച്ച് അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ റിവ്യൂസൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും വൈറ്റ് ബ്രെഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഗസ് ചെയ്യാലോ. പക്ഷേ ഹെൽത്തിയാണ്, സമാധാനമായിട്ട് നമുക്ക് കഴിക്കാം, അത്ര തന്നെ. അപ്പോൾ ഞാൻ മുഴുവൻ കഴിക്കട്ടെ, പിന്നെ കാണാം.